വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗുരുതരമായ ആരോപണമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24 സംസാരിച്ചു. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു. നാട്ടുകാർ വിവരം അറിയുമ്പോൾ, അതായത് നിലമ്പൂരിൽ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്ത് UDF പ്രകടനം നടത്തി. വനംവകുപ്പിനെ പ്രതിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഗൂഢാലോചന പോലീസ് അന്വേഷിക്കുമെന്നും മന്ത്രി 24 പറഞ്ഞു. ഷോക്കേറ്റ് മരിച്ചു എന്നത് വേദനാജനകമായ ഒരു വാർത്തയാണ്. ഇത് കേട്ടയുടനെ അരമണിക്കൂറിനകം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. പ്രതിപക്ഷത്തുള്ള UDFും BJP രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണഗതിയിലല്ല വന്നത്. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. മായി സംസാരിച്ച ദീപക് തരമണം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ദീപക്, ശരിക്കും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രമാണിച്ച് നടക്കുന്നു എന്ന് മന്ത്രി സംശയിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇപ്പോൾ വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ വഴിക്കടവ് നടന്ന സംഭവത്തിന് പുറകിൽ കൃത്യമായ UDF രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കാരണം ഈ സംഭവം നടന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ UDF സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു. നാട്ടുകാർ, അതായത് ഈ സംഭവത്തിൻ്റെ പരിസര പ്രദേശത്ത് വിവരമറിയുന്നതിന് മുമ്പ് UDFിൻ്റെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ മലപ്പുറത്ത് നടന്നു എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. കാരണം സംഭവം നടന്ന ഉടനെ തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഇതൊരു സർക്കാർ സ്പോൺസേഡ് ട്രാജഡിയാണ് എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഇത് വനം വകുപ്പാണ് ഈ കൊല നടത്തിയത് എന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വനം മന്ത്രി 24 പറഞ്ഞത് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിലേക്ക് പോലീസ് അന്വേഷണം നടത്തും. കാരണം വനം വകുപ്പ് കേരളത്തിലെ ഒരു വനമേഖലയിലും ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നില്ല. ആകെ സോളാർ ഫെൻസിങ് മാത്രമാണുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് വനം വകുപ്പ് നടത്തിയതാണ് എന്ന് UDF പറയുന്നത് അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. മറ്റൊന്ന്, ഇതിൽ KSEB ലൈൻ അനുവദിച്ചിട്ടില്ല. KSEBക്കാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. അതും പൊളിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN അവസരമുണ്ടാക്കിയെടുത്തതാണോ അജണ്ടകളില്ലാത്ത UDF എന്ന് വനം മന്ത്രി പറയുമ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട്. ഇങ്ങനെയൊരു സംഭവം തന്നെ സൃഷ്ടിച്ചതാണോ, അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് വനം മന്ത്രി ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഗൂഢാലോചന പോലീസ് അന്വേഷിക്കും വിശദമായി എന്നുകൂടി വനം മന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട് SKN. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ഗൂഢാലോചന മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയത് വെറും ആരോപണം മാത്രമാണോ, അതോ അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞതാണോ? SKN ചില വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം വനം മന്ത്രി മുഖ്യമന്ത്രിയുമായി ഇന്ന് കാലത്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, അവിടെ നിലമ്പൂരിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായും സംസാരിച്ചിട്ടുണ്ട്. വനം വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരുമായി നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് വനം വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥൻ പ്രമോദ് ജി കൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വനം മന്ത്രി വിശദമായി ചർച്ച ചെയ്തു, വിവരശേഖരണം നടത്തി. ഇന്നലെ രാത്രി മുതൽ തന്നെ വനം മന്ത്രി ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്, വസ്തുത അന്വേഷിച്ച് നടപടി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹം അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ആ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് KSEBയുടെ ലൈൻ അനുവദിക്കാത്ത സ്ഥലം, ഇലക്ട്രിക്കൽ ഫെൻസിങ് വനം വകുപ്പ് നടത്താത്ത സ്ഥലം, ആ സ്ഥലത്തേക്ക് ഉടമയറിയാതെ ഒരു കെണി ഒരുക്കിയിരിക്കുന്നു. ഈ പറയുന്ന വെള്ളമുള്ള സ്ഥലത്ത് കുട്ടികൾ വരാറുണ്ട്, നടന്നു പോകാറുണ്ട് എന്ന് അറിയുന്ന സ്ഥലത്ത് ആരാണിത് ചെയ്തത്? മാത്രവുമല്ല, ഈ പരിക്ക് പറ്റൽ, ഈ അപകടം, ദുരന്തം സംഭവിച്ച് മിനിറ്റുകൾക്കകം തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ എത്തുന്നു. വലിയ രീതിയിൽ, അതായത് ആസൂത്രിതം എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതിഷേധം നടത്തി. അതാണ് വനമന്ത്രി പറയുന്നത് ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന, അവസരമില്ലാത്ത, അജണ്ടയില്ലാത്ത ഒരു വേളയിൽ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തതാണോ എന്നതാണ് സംശയിക്കുന്നത്. ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് വനമന്ത്രി പറയുന്നത്. SKN, ഇത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ബ്രേക്കാണ് ഈ മന്ത്രി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം.
എന്തായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മളുമായി സംസാരിക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹം കാണുന്നു. കാരണം ഈ സംഭവം ഉണ്ടായി കഴിയുന്നതിന് മുമ്പേ തന്നെ നിലമ്പൂരിൽ ഈ സംഭവം ഉണ്ടാകുന്നു. എന്നാൽ മലപ്പുറത്ത് അവിടെ ആൾ അറിയുന്നതിന് മുമ്പ് തന്നെ UDF പ്രകടനം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആണ് അദ്ദേഹം ഒരു ഗൂഢാലോചന കാണുന്നത്.